അതേസമയം കർക്കിടക മാസങ്ങളിൽ നമ്മൾ ഈ നാലമ്പല ദർശനത്തെക്കുറിച്ചൊക്കെ പറയൂന്നൊക്കെ പ്രേക്ഷകർ പറയുന്നുണ്ടായിരുന്നു. അതെ, യൂട്യൂബിൽ. കേരളത്തിലെ ശ്രീരാമക്ഷേത്രങ്ങളിൽ വെച്ച് പുരാതനമായ ഒരു ക്ഷേത്രത്തിന്റെ വിശേഷമാണ് ഇന്ന് ദർശനം പങ്കുവയ്ക്കുന്നത്. ശ്രീരാമദേവന്റെ പാദസ്പർശമേറ്റ് പുണ്യഭൂമി എന്ന് വിശ്വസിക്കുന്ന ഈ ക്ഷേത്രം കൊല്ലം ജില്ലയിലെ ഒയൂരിന് സമീപം വെളിനെല്ലൂരാണ് സ്ഥിതി ചെയ്യുന്നത്. ത്രേതായുഗത്തിൽ കിഷ്കിന്ധയുടെ ഭാഗമാണെന്ന് വിശ്വസിക്കുന്ന ഇവിടെ രാമകഥയിൽ പരാമർശിക്കുന്ന സ്ഥലങ്ങളുമുണ്ട്. കേരളത്തിലെ ശ്രീരാമക്ഷേത്രങ്ങളിൽ വെച്ച് അതിപുരാതനമായൊരു ശ്രീരാമക്ഷേത്രത്തിലാണ് ഞാനിന്ന് നിൽക്കുന്നത്. ഇത്തിക്കരയാറിൻ്റെ കരയിൽ സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായൊരു ശ്രീരാമക്ഷേത്രം. രാമായണ കഥയുമായെല്ലാം ഈ ക്ഷേത്രത്തിന് ബന്ധമുണ്ട്. ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ വിരഹിയായ സീതാന്വേഷിയായ ശ്രീരാമനാണ്. ക്ഷേത്രത്തിലെ വിശേഷങ്ങളും പ്രതിഷ്ഠയുടെ വിശേഷങ്ങളും അതുപോലെ തന്നെ ചരിത്രവും ഐതിഹ്യവുമെല്ലാം ഈ രാമായണ കാലത്ത് നമുക്ക് പങ്കുവയ്ക്കാം. കൊട്ടാരക്കര താലൂക്കിൽ കൊല്ലം തിരുവനന്തപുരം അതിർത്തി പ്രദേശത്തോട് ചേർന്ന് 3 വശവും നദിയാൽ ചുറ്റപ്പെട്ട ഒരു ക്ഷേത്രം. ക്ഷേത്രത്തിനു ചുറ്റിലും പ്രകൃതിയുടെ വരദാനം പോലെ കൽപ്പവൃക്ഷങ്ങൾ അടക്കമുള്ള വൃക്ഷലതാദികളും തരുശാഖികളും തണലേകി നിൽക്കുന്നു. അതാണ് വെളിനെല്ലൂർ ശ്രീരാമക്ഷേത്രം. ക്ഷേത്രത്തിന് മുൻവശം വിശാലമായ ക്ഷേത്രക്കുളം പോലെ ഇത്തിക്കരയാർ ഒഴുകുന്നു. ഇത്തിക്കരയാറിൻ്റെ ഏറ്റവും വീതി കൂടിയ ഭാഗവും വീതി കുറഞ്ഞ ഭാഗവും ഇവിടെ തന്നെയാണ്. ആദ്യ കാഴ്ചയിൽ തന്നെ ഹൃദയത്തെ രമിപ്പിക്കുന്ന ഇവിടം കേരളത്തിലെ അത്യപൂർവം രാമക്ഷേത്രങ്ങളിലൊന്നാണ്. മറ്റു ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് സീതാവിഹീനനായ വിരഹിയായ ശ്രീരാമനെയാണ് ഇവിടെ ഭക്തർക്ക് ദർശിക്കാനാവുക. ഈ ക്ഷേത്രത്തിന് ശ്രീരാമകാലത്തെ ത്രേതായുഗത്തോളം പഴക്കമുണ്ടെന്നാണ് പഴമക്കാർ വിശ്വസിക്കുന്നത്. സീതയെ അന്വേഷിച്ച് പുറപ്പെട്ട രാമൻ സുഗ്രീവനുമായി സഖ്യത്തിലേർപ്പെടുന്നത് ഇവിടെ വെച്ചാണ് എന്നാണ് വിശ്വാസം. ഈ പ്രദേശത്തോട് ചേർന്ന് ബാലിയം കുന്നും സുഗ്രീവൻ കുന്നുമുണ്ട്. സുഗ്രീവൻ കുന്ന് ഇന്ന് ലോപിച്ച് രാമായണത്തിലെ നിരവധി ഐതിഹ്യങ്ങൾക്ക് ചരിത്ര സാക്ഷ്യം വഹിക്കുന്ന ഒരു മഹാക്ഷേത്രമാണ് വെളിനെല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള തെക്കൻ കേരളത്തിലെ ഏക മേജർ ശ്രീരാമസ്വാമി ക്ഷേത്രവും ഇതുതന്നെയാണ്. ഇപ്പം മതമൈത്രിയുടെ ഒരു ഉത്തമ ഉദാഹരണം, നമ്മൾ കേരളത്തിൽ മറ്റെങ്ങും കണ്ടിട്ടില്ലാത്ത ആചാരങ്ങൾ, ഒരുപാട് അനുഷ്ഠാനങ്ങൾ നിരവധിയുള്ളൊരു ക്ഷേത്രമാണിത്. അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു ക്ഷേത്രവും കൂടിയാണ്. എന്നാൽ ഇവിടുത്തെ പ്രത്യേകതകൾ അറിഞ്ഞാൽ നിരവധി ഭക്തജനങ്ങൾക്ക് ഈ ക്ഷേത്രത്തിൽ ഓടിയെത്തും എന്നുള്ളത് ഉറപ്പാണ്. നമ്മുടെ രാമായണത്തിലെ നിരവധി ഐതിഹ്യങ്ങൾ, രാമായണം സീതയെ അന്വേഷിച്ച് ശ്രീരാമൻ പോകുന്ന സമയത്തുള്ളൊരു പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത്. സീതയെ അന്വേഷിച്ച് കണ്ടെത്താമെന്ന് സുഗ്രീവൻ ശ്രീരാമന് വാക്കുകൊടുക്കുകയും എന്നാൽ ബാലിയെ പരാജയപ്പെടുത്തിയെങ്കിൽ അല്ലെങ്കിൽ ബാലിയെ കൊന്നതിന് ശേഷം മാത്രമേ എനിക്ക് സീതയെ അന്വേഷിക്കാൻ ശ്രീരാമനോടൊപ്പം കൂടാൻ പറ്റൂ എന്ന് പറഞ്ഞൊരു സ്ഥലം കൂടിയാണിത്. പരമ്പരാഗത രീതിയിൽ അർദ്ധവൃത്താകൃതിയിലുള്ള ശ്രീകോവിലാണ് ഇവിടുത്തെ പ്രത്യേകത. കിഴക്കോട്ട് ദർശനമരളി ശ്രീരാമനും ശ്രീകോവിലിന് പിറകിലായി പടിഞ്ഞാട്ട് അനന്തശായിയായ ലക്ഷ്മണനും പ്രതിഷ്ഠയായി വിരാജിക്കുന്നു. നിത്യവും 5 പൂജയും 3 ശ്രീബലിയും പൂർണ്ണ പുഷ്പാഞ്ജലിയോടുകൂടിയ തിലഹോമവുമാണ് മറ്റ് രാമക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് ഈ ക്ഷേത്രത്തെ വ്യത്യസ്തമാക്കുന്നത്. വിരഗ്നിയായ ഒരു രീതിയിലാണ് ഇവിടുത്തെ സ്ഥിതി കൊള്ളുന്നത്. സാധാരണഗതിയിലുള്ള പൂജകളിൽ നിന്നും വ്യത്യസ്തമായ ചടങ്ങുകളോടുകൂടിയുള്ള സവിശേഷത ഇതിൻ്റെ പ്രത്യേകതയുണ്ട്. ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ ക്ഷേത്രത്തിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാ ക്ഷേത്രങ്ങളിൽ നിന്നും വേറിട്ട രീതിയിലാണ്. പ്രധാന പ്രതിഷ്ഠയ്ക്ക് പുറമെ ഉപദേവതകൾക്കും വളരെയേറെ വിശിഷ്ടമായ സ്ഥാനമാണ് ഇവിടെ കൽപ്പിച്ചിട്ടുള്ളത്. മറ്റ് ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് മീനം രാശിയിൽ ശ്രീകോവിലോടുകൂടിയ നാഗരാജ ക്ഷേത്രം ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്നാണ്. സാധാരണ ക്ഷേത്രങ്ങളിൽ നാഗരാജ ക്ഷേത്രം കന്നിമൂല ഭാഗത്തോ എവിടെങ്കിലും ഇതിന് പുറത്ത് തളക്കലിന് പുറത്തായിട്ടാണ് കണ്ടുവരുന്നത്. ഇവിടെ നേരെ വിപരീതമായിട്ട് ശ്രീരാമ ഭഗവാന് ഗുരുസ്ഥാനീയനായിട്ടാണ് നാഗരാജാവിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അതും ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. പ്രധാന പ്രതിഷ്ഠയായ ശ്രീരാമനോളം പ്രാധാന്യം ഉപദേവതയായ ഇണ്ടിളയപ്പനും ഇവിടെ നൽകുന്നുണ്ട്. വനവാസകാലത്ത് സീതാദേവിയെ അന്വേഷിച്ചെത്തിയ ശ്രീരാമൻ ഇവിടെ എത്തുകയും ഇണ്ടിളയപ്പനെ കണ്ട് പൂജിച്ച് അനുഗ്രഹം നേടിയതായും ക്ഷേത്ര ഐതിഹ്യം പറയുന്നു. ഇണ്ടിളയപ്പൻ ക്ഷേത്രത്തിൻ്റെ നിർമ്മിതിയിലും ഒട്ടേറെ പ്രത്യേകതകളുണ്ട്.
പരമ്പരാഗത കളരി സമ്പ്രദായത്തിലാണ് ക്ഷേത്രത്തിൻ്റെ നിർമ്മിതി. ഇവിടെ ശക്തി ചൈതന്യമായി ഉൾക്കൊള്ളുന്ന ഒരു ഭഗവാനുണ്ട്, ഇണ്ടളപ്പസ്വാമി. ശിവൻ്റെ അവതാരമാണ് ഇണ്ടളപ്പസ്വാമി. അതേപോലെ തന്നെ മാടൻ സ്വാമി, നാഗരാജാവ്, ഭഗവാന്റെ ഏറ്റവും സുഹൃത്തായ ഹനുമാൻ, അങ്ങനെ പറയപ്പെട്ട ഉപദേവന്മാർ, അമ്മ ദേവി, അങ്ങനെ ഉപദേവന്മാരോടുകൂടി പള്ളി കൊള്ളുന്നതായ ഒരു ക്ഷേത്രമാണ് ശ്രീരാമചന്ദ്ര ക്ഷേത്രം വെളുന്നല്ലൂർ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള മേജർ ക്ഷേത്രങ്ങളിലൊന്നാണ് വെളിനല്ലൂർ ശ്രീരാമക്ഷേത്രം. വിശേഷ ദിവസങ്ങളിലെല്ലാം ഭക്തജനങ്ങൾ ധാരാളമായി എത്തുന്ന ഇവിടെ രാമായണ മാസകാലത്ത് ഭക്തരുടെ നിലയ്ക്കാത്ത പ്രവാഹമാണ്. രാമായണ കാലത്തിൻ്റെ ചരിത്രവും ഐതിഹ്യവും ഒക്കെ പറയുന്ന വെളിനല്ലൂർ ശ്രീരാമക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. ഒരിക്കലെത്തുന്ന ഭക്തന് മറ്റൊരു ദിവസം കൂടി അല്ലെങ്കിൽ പിന്നൊരിക്കൽ കൂടി ഇവിടേക്ക് എത്താൻ തോന്നും. അത്രയ്ക്കൊരു വൈകാരികമായ അന്തരീക്ഷമാണ് ഈ ക്ഷേത്രം പകർന്നു നൽകുന്നത്. പ്രകൃതിയാൽ ഇണങ്ങിയ, നദിയാൽ ചുറ്റപ്പെട്ട ഒരു അത്യപൂർവമായ ക്ഷേത്രം. അതാണ് വെളിനല്ലൂർ ശ്രീരാമക്ഷേത്രം. ക്യാമറമാൻ ഹരികൃഷ്ണൻ ഹരിപ്പാടിനൊപ്പം പ്രശാന്ത് ശങ്കരമംഗലത്ത്, ജനം, കൊല്ലം.